വബനാത്തി അമ്മിക്ക വബനാത്തി അമ്മാത്തിക്ക വബനാത്തി ഖാലിക്ക വബനാത്തി ഖാലാത്തിക്ക. പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ ആയത്താണ് ഞാനിവിടെ ഓതിയത്. ഇന്ന് യുവതികൾക്കിടയിൽ എന്നല്ല പല ആളുകൾക്കുമിടയിൽ വളരെ നിസാരമായി കാണുന്ന ഒന്നാണ് നമ്മുടെ പിതാവിന്റെ സഹോദരന്മാരുടെ മക്കൾ, പിതാവിന്റെ സഹോദരിമാരുടെ മക്കൾ, നമ്മുടെ മാതാവിന്റെ സഹോദരന്മാരുടെ മക്കൾ, സഹോദരിമാരുടെ മക്കൾ, ഇവരെയെല്ലാം രക്തബന്ധമാണ് എന്നതിന്റെ പേരിൽ അവരെയെല്ലാം മഹ്റമായി, കെട്ടുബന്ധം ഹറാമായവരായിട്ടും തൊട്ടാൽ വുളു മുറിയാത്തവരുമായി കണ്ടുകൊണ്ട് അവരോടുകൂടെ യാത്ര ചെയ്യുന്നു, അവരോടുകൂടെ സമ്പർക്കമുണ്ടാകുന്നു, സംസാരിക്കുന്നു, പരസ്പരം കാണുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിയും അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. എന്ത് രക്തബന്ധമല്ലേ, ഇതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു, നിന്റെ ബാപ്പയുടെ സഹോദരൻ, ജ്യേഷ്ഠനാവട്ടെ അനുജനാവട്ടെ, അവരുടെ പെൺമക്കൾ നിനക്ക് വിവാഹം ചെയ്യൽ അനുവദനീയമായവരും തൊട്ടാൽ വുളൂ മുറിയുന്നവരും അന്യ സ്ത്രീകളുമാണ് എന്ന്. അതുപോലെ തന്നെ നിന്റെ ഉമ്മയുടെ സഹോദരന്റെയും ഉമ്മയുടെ അനുജത്തി ജ്യേഷ്ഠത്തിയുടെ മക്കളും ആ പെൺമക്കളും നീ തൊട്ടാൽ വുളൂ മുറിയുന്നവരും നിനക്ക് വിവാഹം ചെയ്യൽ ഹലാലായവരും അവരെ കാണൽ ഹറാമുമായവരും അന്യ സ്ത്രീകളുമാണ് എന്നതിൽ സംശയം ഇല്ല. ഈ ഒരു വിധിയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇതിനെ വളരെ ലാഘവത്തോടുകൂടെ കണ്ടുകൊണ്ട് ആ സഹോദരന്മാരുടെ മക്കളെ കൂടെ യാത്ര ചെയ്യുന്നതിലും അവരുമായി സംസാരിക്കുന്നതിലും ഒരു പ്രശ്നവും ഇല്ല എന്ന് കരുതുന്നവർ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കുക.